നിങ്ങൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു വിശ്രമം ലഭിക്കുന്നില്ലേ? നിങ്ങൾ ഉറങ്ങാൻ പോയാലും പലപ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു ഉറക്കം ലഭിക്കാറില്ലേ? അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾ പലപ്പോഴും ഓവർ തിങ്കിങ്, അത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ആ ചിന്തകളെയൊക്കെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും തോറും ആ ചിന്തകൾ കൂടി വരുന്നതല്ലാതെ അതിന് മറ്റൊരു മാറ്റവും അവിടെ ഉണ്ടാകുന്നില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ശരീരം ബ്രെയിനിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ അപകടത്തിലാണ്. ഈ ഒരുപാട് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് വഴി നിങ്ങളുടെ ബ്രെയിൻ വിചാരിക്കുന്നത് നിങ്ങളുടെ ശരീരം എപ്പോഴും ഒരു അപകട മേഖലയിലാണ് എന്ന്. അപ്പോൾ ബ്രെയിനിന് നിങ്ങൾ ഞാൻ സേഫ് ആണ് എന്നുള്ള ഒരു സേഫ്റ്റി സിഗ്നൽ കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് കാം ആവുകയുള്ളൂ. നിങ്ങളുടെ മനസ്സും ശരീരവും കാം ആയിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു വിശ്രമം ലഭിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ്, അതിന്റെ പേര് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്നാണ്, അല്ലെങ്കിൽ EFT ടാപ്പിംഗ് എന്ന് പറയും. ഈ EFT ടാപ്പിംഗ് മോഡേൺ സൈക്കോളജിയുടെയും ചൈനീസ് അക്കുപ്രഷർ ട്രീറ്റ്മെന്റിന്റെയും ഒരു കോമ്പിനേഷനാണ്. അതായത് നിങ്ങൾ കോൺസ്റ്റന്റ് ഫിയറിലോ അല്ലെങ്കിൽ സ്ട്രെസ്സിലോ അല്ലെങ്കിൽ ഒരുപാട് ചിന്തിക്കുമ്പോഴോ നിങ്ങളുടെ ശരീരം എപ്പോഴും ഒരു അലേർട്ട് ആയിട്ടുള്ള ഒരു മോഡിലാണ് ഇരിക്കുന്നത്. ആ അലേർട്ട് മോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശ്വാസം ഒരുപാട് ഷാലോ ബ്രീത്തിങ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് ടൈറ്റ് ആവാം, നിങ്ങളുടെ ശരീരത്തിന് ഒരു വലിയ ഭാരം അനുഭവപ്പെടാം. വളരെയധികം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് വഴി നിങ്ങൾക്ക് മറ്റൊരു കാര്യത്തിലും ഒരു കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രസന്റ് മൊമെന്റിലോ ജീവിക്കുന്നില്ല. പകരം നിങ്ങൾ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെ ഓർത്ത് ആകുലപ്പെടുകയോ അല്ലെങ്കിൽ ഭാവിയെപ്പറ്റി ഒരുപാട് ആവശ്യമില്ലാത്ത ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുകയോ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഈ EFT ടാപ്പിംഗ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സിഗ്നൽ ഞാനിപ്പോൾ അപകടത്തിലല്ല, പകരം ഞാനിപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു മോഡിലാണ് ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഒരു റെസ്റ്റ് അനുഭവപ്പെടും, ഒരു കാമായിട്ടിരിക്കുവാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ മനസ്സും കാമാകും. കാരണം നിങ്ങളുടെ ശരീരം കാമായിരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിനും കാമാകുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ശരീരം എപ്പോഴും ഡേഞ്ചർ മോഡിലാണ് ഇരിക്കുന്നതെന്ന് ബ്രെയിൻ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനും ശാന്തത ലഭിക്കുകയില്ല. അപ്പോൾ ഞാൻ ഈ EFT ടാപ്പിംഗ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്നോടൊപ്പം അത് പ്രാക്ടീസ് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. EFT ടാപ്പിംഗ് ചെയ്യാൻ നിങ്ങൾ 3 കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഏതൊക്കെ പോയിന്റ്സ് ആണ് EFTയിൽ നമ്മൾ ടാപ്പ് ചെയ്യേണ്ടത്. 2, സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് EFTയിൽ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. മൂന്നാമത്, നിങ്ങളുടെ ആ ഒരു ഡിസ്ട്രസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഇഷ്യൂസ് എത്രമാത്രം ആഴമാണ് എന്നുള്ളത് നിങ്ങൾ മെഷർ ചെയ്യണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും EFT ടാപ്പിംഗ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന് പ്രായഭേദം ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് പോയിന്റ്സ് നോക്കാം. പ്രധാനമായിട്ടും 9 അക്കുപ്രഷർ പോയിന്റ്സ് ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ പോയിന്റ്സിൽ മൃദുവായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്നതാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്, EFT ടാപ്പിംഗ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ കരാത്തെ ചോ പോയിന്റ് ആണ്. ഇവിടെ ഈ ചെറുവിരലിന്റെ താഴെ ഈ ഭാഗത്ത് നമ്മൾ പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അപ്പൊ ഇത് ഒന്നാമത്തെ പോയിന്റ്. ഇവിടെ നമ്മളുടെ ആ സ്റ്റേറ്റ്മെന്റ് 3 പ്രാവശ്യം പറയുകയും അതിനോടൊപ്പം നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുകയും ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൗൺ ഭാഗമാണ്, അതായത് നമ്മുടെ തലയുടെ ഈ മുകളിലത്തെ ഭാഗം. ഇവിടെ പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്യുക. മൂന്നാമത്തെ ഭാഗം ഈ പിരിയത്തിന്റെ സൈഡാണ്. ഇവിടെ ഏത് സൈഡിൽ ഏത് ഭാഗത്ത് ചെയ്യാം, ലെഫ്റ്റ് എന്നോ റൈറ്റ് എന്നോ ഇല്ല, 2 സൈഡ് വേണമെങ്കിലും ഇങ്ങനെയും നമുക്ക് ടാപ്പ് ചെയ്യാവുന്നതാണ്. നാലാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ണിന്റെ ഈ ഭാഗം പുരികത്തിന്റെ ഇവിടെ താഴെയായിട്ട് വരും, ഈ ഭാഗമാണ്. 5ാമത്തെ പോയിന്റ് നമ്മുടെ കണ്ണിന്റെ താഴെയാണ്. 6ാമത്തെ പോയിന്റ് നമ്മുടെ ഈ ചുണ്ടിന്റെ ഇവിടെയാണ്. 7ാമത്തെ പോയിന്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നു, അതായത് നമ്മുടെ ഇവിടെ ഒരു കുഴി പോലെ ഭാഗമുണ്ട്. 8ാമത്തെ പോയിന്റ് എന്ന് പറയാൻ നമ്മുടെ ഈ കോളർ ബോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ, അതായത് ഈ ഒരു ബോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗം ആണ്. അപ്പം 9ാമത്തെ പോയിന്റ് മുമ്പായിട്ട് നമ്മുടെ കൈ ഇങ്ങനെ നമ്മൾ വെക്കുക, അതായത് നമ്മുടെ തള്ളവിരൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇത് നമ്മുടെ ആംബിറ്റിൽ വെച്ചിട്ട് ഈ ചെറുവിരൽ എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പം ഈ 9 പോയിന്റ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ 9 പോയിന്റിൽ ടാപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ചെയ്ത് നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വഴി നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്യൂവിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഞാൻ സേഫ് ആണ് എന്നുള്ള ഒരു സേഫ്റ്റി സിഗ്നൽ അയക്കുന്നു. അതാണ് ടാപ്പിംഗ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത്. ടാപ്പിംഗ് പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകാം. അത് മറ്റൊന്നുമല്ല, സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് വിചാരിക്കും. അത് ചിലപ്പോൾ മറ്റുള്ള ഒരു വ്യക്തി നിങ്ങളെ കോൺസ്റ്റന്റ് ആയിട്ട് കുറ്റപ്പെടുത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ ഉത്കണ്ഠയോ ഉണ്ടാവാം.
ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ഭയമായിരിക്കാം. ഇതിൽ എന്തെങ്കിലും ഒന്നാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ ഒരു ഇഷ്യൂ അതാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പം ആദ്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ഒരു തവണ ഉള്ള EFTയിൽ ചെയ്യാൻ പാടുള്ളൂ. പല കാര്യങ്ങൾ എടുത്തു വെച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഒരു കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ആ ഇഷ്യൂ എടുക്കുക. അതിൽ നിങ്ങൾക്കുള്ള ആ ഒരു ഇമോഷൻ എന്താണ്? ദേഷ്യമാണോ, സങ്കടമാണോ, ഭയമാണോ, ഇറിറ്റേഷൻ ആണോ, അതോ ജലസ് ആണോ, എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ശരി, നിങ്ങളെ കുറ്റപ്പെടുത്താതെ ആത്മാർത്ഥമായിട്ടും നിങ്ങൾക്കത് ഹീൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർമ്മ ലഭിക്കുന്നില്ലെങ്കിൽ അതൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ അതിനുശേഷം ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയാം. ഇതിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ മാത്രം ഇതിൽ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ പറയാം: എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതായത് എനിക്ക് ദേഷ്യം, ഇത് നമ്മുടെ എന്ത് ഇമോഷനാണോ അവിടെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ എനിക്ക് സങ്കടമാണ്, എനിക്ക് ഭയമാണ് എന്നൊക്കെ നിങ്ങൾക്ക് എന്താണോ അത് നിങ്ങളുടെ ഇഷ്യൂ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ളത് എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. ഇത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെൻസ് ആണ്. അപ്പം നിങ്ങളുടെ ഇമോഷൻസിന്റെ കൂടെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സുഡ് ലെവൽ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. സുഡ് ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എത്രമാത്രം ആഴമേറിയതാണ് എന്ന് മനസ്സിലാക്കണം. അതിനായിട്ട് 0 മുതൽ 10 വരെ പോയിന്റുള്ള ഒരു മെഷറിംഗ് സ്കെയിൽ നിങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ കാര്യം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനാണ് ഈ സുഡ് ലെവൽ മെഷർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ആ 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ് എന്നാണ് അർത്ഥം. 10 എന്ന് പറഞ്ഞാൽ അത് മാക്സിമം ആണ്, നിങ്ങളുടെ ആ പ്രോബ്ലം വളരെ ആഴമേറിയതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മെഷർ ചെയ്യുക. ഇത് മെഷർ ചെയ്ത് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന വേണ്ടി മാത്രമുള്ള ഒരു സ്കെയിലാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് EFT ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫലം ലഭിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനൊരു EFT നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കാണിക്കാം. എന്നോടൊപ്പം നിങ്ങൾ അത് ചെയ്യുക. ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ പ്രാക്ടീസിലേക്ക് കടക്കാവുള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രാക്ടീസിലേക്ക് കടക്കാം. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്നോടൊപ്പം നിങ്ങളുടെ ഇഷ്യൂവിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ആദ്യമായിട്ട് നിങ്ങൾ പോയിന്റ്സ് മനസ്സിലാക്കുക, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എഴുതുക, അതിനുശേഷം സുഡ് ലെവല് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് പ്രാക്ടീസിലേക്ക് കടക്കാം. ഈ പോയിന്റ്, കറുത്ത പോയിന്റിൽ നിങ്ങൾ 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് ആ സ്റ്റേറ്റ്മെന്റ് പറയാം. അപ്പൊ ഞാനിപ്പോൾ എടുക്കുന്നത് എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ട് എന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അത് എടുക്കാം. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു ശാന്തമായ സ്ഥലത്ത് ഇരിക്കുക മാത്രം ചെയ്യുക. കണ്ണടയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നോടൊപ്പം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ആദ്യമായിട്ട് ഈ പോയിന്റിൽ, കറുത്ത പോയിന്റിൽ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, ഞാനിപ്പോൾ അത് റിലീസ് ചെയ്യുന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോൺസ്റ്റന്റ് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോൺസ്റ്റന്റ് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോൺസ്റ്റന്റ് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോൺസ്റ്റന്റ് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോൺസ്റ്റന്റ് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോൺസ്റ്റന്റ് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എനിക്ക് കോൺസ്റ്റന്റ് സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് ആഴത്തിൽ എടുത്തുകൊണ്ട് ശ്വാസം വെളിയിലേക്ക് വിടുക. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. ശ്വാസം മൂക്കിൽ കൂടെ എടുക്കാം, വായിൽ കൂടെ വെളിയിലേക്ക് വിടാം. അതിനുശേഷം പതുക്കെ കണ്ണുകൾ തുറക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? ഇപ്പോൾ നിങ്ങളുടെ സുഡ് ലെവല് ഒന്ന് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂസ് മൂലമുള്ള ആ ഒരു ഫീൽ, ആ ഒരു ഇമോഷൻസ് കുറഞ്ഞതായി കാണാൻ പറ്റും. അത് എഴുതി വെക്കുക. അപ്പോൾ ഈ കരാത്തെ ചോപ്പിൽ ടാപ്പ് ചെയ്യുന്നത് മുതൽ ഈ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം റിലീസ് ചെയ്യുന്നത് വരെ ഒരു റൗണ്ട് എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് മിനിമം 4 അല്ലെങ്കിൽ 5 റൗണ്ട് നിങ്ങളുടെ ആ ഒരു ഇഷ്യൂവിന്റെ ആ ആഴത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടായ മാറ്റത്തെ പറ്റി കമന്റ് ബോക്സിൽ എഴുതാം. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക.
ഇനിയും കൂടുതൽ EFT വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്യൂസിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ, ഡൗട്ടുകൾ കേൾക്കാവുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺഡ്.